ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഞ്ജു ഗിരിയെ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും രക്ഷിച്ചപ്പോൾ ഭാനുമ്മയ്ക്ക് മഞ്ജുവിനോട് ചെറിയൊരു സഹതാപവും ഇഷ്ടവും ഒക്കെ തോന്നി തുടങ്ങുകയാണ്. ആ സമയത്ത് സ്വപ്നയാണെങ്കിലോ ഭാനുമ്മയുടെ മനസ്സിലേക്ക് വീണ്ടും മഞ്ജുവിനെക്കുറിച്ചുള്ള വിഷം കുത്തിവെക്കുകയാണ്. ഗിരിയേട്ടനും മഞ്ജുവും കൂടി നടത്തുന്ന നാടകമായിരിക്കും ഇതൊക്കെ. അവൾക്കറിയാം ഗിരിയേട്ടനെ രക്ഷിച്ചു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്തായാലും അവളോടുള്ള ആ ഒരു ഇഷ്ടം തോന്നി തുടങ്ങുമെന്ന്. അതിനുവേണ്ടി അവൾ കളിച്ച നാടകമായിരിക്കുമെന്നൊക്കെ സ്വപ്ന പറയുകയാണ്. പിന്നെ അമ്മയുടെ മനസ്സിൽ ഇപ്പോൾ അവളോട് ഒരു സ്നേഹം തോന്നി തുടങ്ങുന്നുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അവളോട് അടുത്തുകൂടി അവളുടെ ജോലിക്ക് പോകുന്നത് നിർത്തിവെച്ച് അമ്മയുടെ അനുസരണയുള്ള മരുമകളാക്കി ജീവിക്കാമെന്നായിരിക്കും അമ്മയുടെ മോഹം. പക്ഷേ അമ്മ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. അവൾ ഒരിക്കലും ജോലി ഉപേക്ഷിക്കുകയുമില്ല. അമ്മയ്ക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണ് ഈ വീടിനെ തകർക്കാൻ വേണ്ടിയിട്ട് വന്നവളാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ സ്വപ്ന. എന്നിട്ട് പറയുന്നുണ്ട്, ഗിരിയേട്ടൻ നമ്മളോടൊക്കെ കല്യാണത്തിൻ്റെ മുന്നേ എന്തുമാത്രം ഒരുപാട് സംസാരവും കളിയും ചിരിയും ഒക്കെ ഉണ്ടായിരുന്നതല്ലേ. ഇപ്പോൾ ഗിരിയേട്ടൻ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നത് പോലുമില്ല. ഒക്കെ അവളുടെ തലേണ മന്ത്രമാണ്. ഈ വീടിൻ്റെ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ കളയാൻ വേണ്ടിയിട്ട് വന്നവൾ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോൾ ഭാനുമ്മക്ക് വീണ്ടും ദേഷ്യം വരികയാണ് മഞ്ജുവിനോട്. എന്നിട്ട് പറയുകയാണ്, ഒരാൾ വിചാരിച്ചാലും ഈ വീടിൻ്റെ സ്വസ്ഥതയും സമാധാനവും കളയാൻ കഴിയില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ എന്ത് കടുങ്കയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് എൻ്റെ ഗിരിയെ എന്നിൽ നിന്ന് അകറ്റാനും ഒരാൾക്കും കഴിയില്ല. അതിനു വേണ്ടിയിട്ട് ഞാൻ ഏതറ്റം വരെയും പോവും എന്നൊക്കെ ഇങ്ങനെ ഒരു വാശിയോട് കൂടിയിട്ടാണ് കേട്ടോ ഭാനുമ്മ പറയുന്നത്. പിന്നീട് ഗിരി കിച്ചണിലേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്ത് വെള്ളമൊക്കെ കുടിച്ച് തിരിച്ചു പോകുന്ന സമയത്താണ് അവിടെ മഞ്ജുവിൻ്റെ ചോറ്റുപാത്രം ഇരിക്കുന്നത് കാണും. അപ്പോഴാണ് സ്വപ്ന അവിടേക്ക് വരുന്നത്. അപ്പോൾ ഗിരി ചോറ്റുപാത്രം കാണുന്ന സമയത്ത് സ്വപ്ന പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവൾ ഉടുത്തൊരുങ്ങി പോയില്ലേ സ്റ്റേഷനിലേക്ക്. അവൾ ഇന്ന് ചോറ്റുപാത്രം കൊണ്ടുപോകാൻ മറന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും നന്നായുള്ളൂ. ഇന്ന് അവൾ ഒരു ദിവസം പട്ടിണി കിടക്കട്ടെ എന്നും പറഞ്ഞ് സ്വപ്ന അവിടെ നിന്നും പോവുകയാണ് കേട്ടോ. അപ്പോൾ ഗിരിയും ഒന്നും മിണ്ടാതെ അവിടെ നിന്നും പോവുകയാണ്. പെട്ടെന്ന് ഗിരിക്ക് ഒരു സഹതാപം തോന്നുകയാണ് കേട്ടോ മഞ്ജുവിനോട്. അങ്ങനെ ആ ചോറ്റുപാത്രം എടുത്ത് നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഈ സമയത്ത് മഞ്ജു ഭക്ഷണം കൊണ്ടുവരാൻ മറന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കിയ അരവിന്ദാക്ഷൻ സാറും ബിജു ചേട്ടനും കൂടിയിട്ട് മഞ്ജുവിനോട് ഭക്ഷണം ഷെയർ ചെയ്യാമെന്ന് പറയാട്ടോ. നിനക്ക് കൂടി കഴിക്കാനുള്ള ഭക്ഷണം ഇതിലുണ്ട് മഞ്ജു, നീ കഴിക്കാൻ വായോ എന്ന് പറയുമ്പോൾ അത് വേണ്ട, ഞാൻ ഹോട്ടലിൽ പോയി കഴിച്ചോളാം എന്ന് പറയുമ്പോൾ നീ അങ്ങ് പോവണ്ട, ബിജു കൊണ്ടുതരും നിനക്ക് ഹോട്ടലിൽ ഫുഡ് എന്ന് പറയും. അത് വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം അരവിന്ദാക്ഷൻ സാറേ എന്നും പറഞ്ഞ് മഞ്ജു അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് തന്നെ തിരികെ നടന്നിട്ട് പറയാം കേട്ടോ. അപ്പോൾ മഞ്ജു ഇങ്ങനെ പുറകിലേക്ക് നോക്കിയിട്ടാണ് നടന്നു പോകുന്നത്. എന്നിട്ട് ആ സാറുമാരോട് മറുപടി പറയാണ്. പെട്ടെന്നാണ് മഞ്ജു ഗിരിയുടെ നെഞ്ചിലേക്കാണ് കേട്ടോ പോയി തട്ടുന്നത്. അപ്പോൾ ഗിരിയാണെങ്കിലും അവിടെ നിൽക്കുന്നുണ്ടാവും മഞ്ജുവിൻ്റെ ചോറ്റുപാത്രം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗിരിയുടെ ദേഹത്ത് പോയിട്ട് മഞ്ജു തട്ടുകയാണ്. അപ്പോൾ പെട്ടെന്ന് മഞ്ജു നോക്കുന്ന സമയത്ത് ഗിരിയെ കാണുമ്പോൾ പെട്ടെന്ന് രണ്ടാളും ഒന്ന് അങ്ങ് കണ്ണോട് കണ്ണ് നോക്കി നിൽക്കുക കേട്ടോ. എന്നിട്ട് ഗിരിയോട് ചോദിക്കുകയാണ് മഞ്ജു, എന്താണ് ഗിരിയേട്ട ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ, നീ ചോറ്റുപാത്രം കൊണ്ടുവരാൻ മറന്നില്ലേ, അത് തരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ അവിടെ ഫ്രാൻസിസ് ഉണ്ടാവും കേട്ടോ. ഫ്രാൻസിസ് അപ്പോൾ ആ സമയത്ത് ഗിരിയെ ഒന്ന് കളിയാക്കുകയാണ്. അല്ല ഗിരി, പോലീസുകാരെ കണ്ണെടുത്ത കണ്ടുടാത്ത നിനക്ക് നിൻ്റെ അച്ഛനെ കൊന്ന ദേഷ്യമുള്ള പോലീസുകാരോട് ഇപ്പോൾ എന്നു മുതലാണ് നിനക്ക് അടുപ്പം തുടങ്ങിയത്? ഇപ്പോൾ ചോറ്റുപാത്രമൊക്കെ എടുത്ത് ഇവിടേക്ക് വരാനുള്ള ആ ഒരു അടുപ്പമൊക്കെ ആയി തുടങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കിയ മട്ടിൽ ഫ്രാൻസിസ് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഗിരിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. പക്ഷേ ഗിരി അതിനൊന്നും മറുപടി പറയാതെ ഗിരി നേരെ ഫ്രാൻസിസിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെല്ലുക. അപ്പോൾ ഫ്രാൻസിസ് ഒന്ന് പേടിക്കുന്നുണ്ട്, ഗിരി എങ്ങാനും എന്നെ അടിക്കുമോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ ഫ്രാൻസിസ് പെട്ടെന്ന് പുറകിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെയുള്ള മേശയിൽ അങ്ങ് തടഞ്ഞു നിൽക്കുമ്പോൾ അയ്യോ എന്ന് ഫ്രാൻസിസ് അറിയാതെ പറഞ്ഞു പോവുകയാണ്. എന്നിട്ട് ഫ്രാൻസിസിൻ്റെ തോളിൽ ഗിരി കൈ വെച്ചിട്ട് പറയുകയാണ്, ഇപ്പോൾ ഫ്രാൻസിസ് സാറ് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഫ്രാൻസിസ് സാറ് കാരണമാണ് എനിക്ക് ഇത്രയും നല്ല ഒരു ഭാര്യയെ കിട്ടിയത്. അന്ന് ആ മനോജുമായിട്ടുള്ള കല്യാണം മുടക്കിയത് ഫ്രാൻസിസ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് മഞ്ജുവിനെ ഇത്രയും നല്ല ഒരു ഭാര്യയെ എനിക്ക് കിട്ടിയത്. ആ ഒരു നന്ദി എനിക്ക് എന്തായാലും സാറിനോട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാർ ഇപ്പോൾ പറഞ്ഞ വാക്കുകളൊന്നും തന്നെ ഞാൻ അങ്ങനെ കാര്യമാക്കി എടുക്കുന്നില്ല. ഞാനതൊരു തമാശ പരുവത്തിലാണ് എടുക്കുന്നുള്ളൂ. പക്ഷേ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴാണ് ക്ഷമ നശിക്കുക എന്ന് പറയാൻ കഴിയില്ല. എന്തായാലും സാറ് കാരണമാണ് എനിക്ക് ഇത്രയും നല്ലൊരു ഭാര്യയെ കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മഞ്ജുവിനെ കുറിച്ച് ഓരോ വാക്കുകൾ നല്ലത് ഗിരി പറയുന്നത് കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ല സന്തോഷമാവാണ് കേട്ടോ. അപ്പോൾ അവിടെ കേട്ടോണ്ട് നിൽക്കുന്ന അരവിന്ദാക്ഷൻ സാറിനും ബിജു ചേട്ടനും ഒക്കെ നല്ല സന്തോഷം വരികയാണ്. അവർ തമ്മിൽ ഇപ്പോൾ ഒരു പ്രശ്നവുമില്ല, ഇപ്പോൾ നല്ല സ്നേഹത്തിലാണെന്ന് അരവിന്ദാക്ഷൻ സാറ് ബിജുവിനോട് പറയുന്നുണ്ട്. മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഗിരി ചെല്ലുകയാണ്. എന്നിട്ട് മോളെ
മഞ്ജു എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ അവർ കേൾക്കാൻ വേണ്ടിയിട്ട് ഗിരി അങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് മഞ്ജുവിൻ്റെ തോളിൽ കൈ വെക്കുകയാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്, നീ പുറത്തേക്കൊന്ന് വായോ എന്നും പറഞ്ഞ് മഞ്ജുവിനെയും കൂട്ടി ഗിരി പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഫ്രാൻസിസ് ആകെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതെപ്പോ എങ്ങനെ ഇങ്ങനെ അടുപ്പം എങ്ങനെ ഉണ്ടായി? ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പുമായിരുന്നല്ലോ, ഇപ്പം എങ്ങനെ ഇവരിങ്ങനെ അടുത്തു എന്നൊക്കെ ഇങ്ങനെ സ്വയം ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അരവിന്ദനും ബിജുവും കൂടി അടുത്തേക്ക് വന്നിട്ട് പറയും, ഫ്രാൻസിസ് നിനക്കെന്താ വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഇപ്പോൾ അവർ നല്ല സ്നേഹത്തിൽ തന്നെയാണ്, ഇപ്പോൾ അവർ നല്ലതുപോലെ സ്നേഹിക്കുന്നുമുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടോ. അപ്പോൾ ആ ഫ്രാൻസിസ് ആകെ കണ്ണു തള്ളി അന്തം വിട്ട് നിൽക്കുകയാണ്. പിന്നീട് ഗിരി മഞ്ജുവിനോട് പറയുകയാണ്, ഞാൻ അവിടെ വെച്ച് നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചതും പെരുമാറിയതും എല്ലാം തന്നെ അവർ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. കാരണം ആ ഫ്രാൻസിസ് ഒക്കെ ചേർന്നിട്ടാണ് നമ്മളെക്കുറിച്ച് രണ്ടുപേരെ കുറിച്ചും അപവാദങ്ങളൊക്കെ പറഞ്ഞു നടന്നത്. അപ്പോൾ നമ്മൾ തമ്മിൽ വീണ്ടും വഴക്കുണ്ടാക്കാനുള്ള ആ പരിപാടിയാണ് അവരുടെയൊക്കെ. പക്ഷേ നമ്മളിപ്പോൾ സ്നേഹത്തിലാണെന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആരും പിന്നെ അതിനെക്കുറിച്ചൊന്നും പറയാനോ നമ്മുടെ ജീവിതത്തിലേക്ക് തലയിടാനോ പോകുന്നില്ല. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ അവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ പുറമെ ഇനി ഇങ്ങനെ ഈ പുറമെയുള്ളവരുടെയും പ്രശ്നങ്ങൾ തലയിൽ വലിച്ചിഴക്കേണ്ട. അതിന് വേണ്ടിയിട്ടാണ് അവരുടെ എല്ലാവരുടെയും മുന്നിൽ നമ്മൾ സ്നേഹത്തോടു കൂടി സംസാരിക്കും പെരുമാറുകയൊക്കെ ചെയ്ത് എന്താ ഇപ്പോൾ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് പെരുമാറുന്നത് അമ്മയ്ക്ക് നിന്നെ ഇതുവരെയും അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെ രണ്ടു കൂട്ടരുടെയും കുടുംബങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണയുണ്ട്, അതെല്ലാം മാറുന്നത് വരെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ മതിയാവൂ എന്നൊക്കെ ഇങ്ങനെ മഞ്ജുവിനോട് ഗിരി പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗിരിയുടെ ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ മഞ്ജുവിന് നല്ല സന്തോഷം വരികയാണ്. ഗിരിക്ക് മഞ്ജുവിനെ ഇപ്പോൾ കൂടുതൽ മനസ്സിലാകുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവാൻ കേട്ടോ. എന്നിട്ട് പറയുകയാണ്, നീ ഇനി മുതൽ ആരെയും പേടിക്കേണ്ട, നിനക്ക് ഇനി എന്തിനു പേടിക്കണം? നീ ഗിരിയുടെ ഭാര്യയാണ്, നിന്നെ ആരും ഒന്നും ചെയ്യുകയുമില്ല, നീ ഒരിക്കലും പേടിക്കുകയും വേണ്ട എന്നും പറഞ്ഞ് ഗിരി പിന്നെ അവിടുന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഗിരി പറഞ്ഞ ഓരോ വാക്കുകളും മഞ്ജുവിന് അത്രയ്ക്കധികം സന്തോഷം വരികയാണ്. പിന്നീട് മഹേഷ് അമ്മായിയെയും മോളെയും പറ്റിച്ചിട്ട് വിദേശത്തേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ടാവും കേട്ടോ. പക്ഷെ അവരാണെങ്കിലോ ഇക്കാര്യം അമ്മാവനെയോ മഹിമയോ മഞ്ജുവിനെയോ ഒന്നും തന്നെ അറിയിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അവർ പറയുകയാണ്, മഹേഷിന് ഇനി എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ, ഗോപാൽജി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ, അയാൾക്ക് ഒരുപാട് പൈസയൊക്കെ കൊടുക്കാനുള്ളതല്ലേ, അപ്പോൾ വിദേശത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ സ്വയം പറയട്ടോ. അപ്പോഴാണ് അതൊക്കെ കേട്ടും കൊണ്ട് അമ്മാവൻ വരുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ ഒരു പ്രശ്നം, എന്താണ് നിങ്ങൾ പറയുന്നത്? അത് ഗോപേട്ട, ഞങ്ങൾ പറഞ്ഞത് മഹേഷിൻ്റെ ഒരു വിവരവുമില്ല, 2 ദിവസമായി അവന് ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല, അവൻ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാകുമോ എന്നൊരു പേടി എന്ന് പറയട്ടോ. അല്ല, നിങ്ങൾ എന്നോട് എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? നീയല്ലേ അന്ന് പറഞ്ഞത് മഹേഷ് അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്ന്, ഇപ്പോൾ എന്താ നിനക്ക് അങ്ങനെ ഒരു പേടി തോന്നാനേ എന്ന് ചോദിക്കുക. അത് ഗോപിയേട്ട, അതൊക്കെ ശരി തന്നെയാണ്, പക്ഷേ എന്തോ എനിക്കിപ്പോൾ വല്ലാത്തൊരു പേടി തോന്നും, മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നതുമില്ല എന്നൊക്കെ പറയുമ്പോഴാണ് മഹിമ വരുന്നത്. അങ്ങനെ മഹിമയോട് മഹേഷിൻ്റെ കാര്യം പറയുമ്പോൾ, എന്നോട് അവൻ്റെ ഒരു കാര്യവും പറയേണ്ട, അവൻ എവിടെയെങ്കിലും കള്ളും കുടിച്ച് ബോധമില്ലാതെ കിടന്ന് വല്ല പ്രശ്നവും ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ട് എനിക്കറിയണ്ട എന്ന് പറയുമ്പോൾ അമ്മാവൻ പറയണം, അങ്ങനെ പറയല്ലേ മോളെ, നിൻ്റെ ചോരയല്ലേ, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് മഞ്ജുവിനെ വിളിച്ച് കാര്യം പറ എന്ന് പറയണം. അങ്ങനെ മഹിമ മഞ്ജുവിനെ വിളിച്ച് കാര്യം പറയട്ടോ. അത് കേൾക്കുമ്പോൾ മഞ്ജുവിന് പേടി വരികയാണ്, മഹേഷിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാകുമോ എന്നുള്ള പേടി വരികയാണ്. അങ്ങനെ ബിജുവിനോട് പറയുകയാണ്, ബിജു ചേട്ടാ, എൻ്റെ മഹേഷിൻ്റെ ഒരു വിവരവുമില്ല, 2 ദിവസമായി മഹേഷിൻ്റെ ഫോണ് സ്വിച്ച് ഓഫ് ആണ്, അതുകൊണ്ട് അവൻ്റെ ഫോൺ നമ്പർ ട്രേസ് ചെയ്ത് അവൻ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് ഒന്ന് കണ്ടുപിടിച്ച് തരണം, ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ് എന്നും പറഞ്ഞ് സ്റ്റേഷനിൽ നിന്നും മഞ്ജു നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം അമ്മായി മഞ്ജുവിനോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാണ്ട്, മഹേഷിനെ കാണാതായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നീ തന്നെയാണ് എന്ന് പറയും. ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ ഭർത്താവ് ഗിരി കാരണമാണ്, ഗോപാൽജിയുടെ ഗുണ്ടയായിട്ടല്ലേ ഗിരി നടക്കുന്നത്, നിൻ്റെ ഭർത്താവ് ഒരു ഗുണ്ടയാണ്, ഗോപാൽജിക്ക് ഒരുപാട് പൈസയൊക്കെ കൊടുക്കും, അതുകൊണ്ട് തന്നെ അവരിവിടേക്ക് വന്നിരുന്നു, ഗോപാൽജിയുടെ പെങ്ങളും അവരുടെ മകളും കൂടി ഇവിടെ വന്ന് ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാണ്, അപ്പോൾ മഹേഷിനെ തട്ടിക്കൊണ്ടുപോയി വല്ലതും ചെയ്തിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് നല്ല പേടി, ഗിരിയായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ മഞ്ജുവിന് അത് പിടിക്കില്ല കേട്ടോ. മഞ്ജു പറയും, ഗിരിയേട്ട അങ്ങനെ ആരെയും ഉപദ്രവിക്കില്ല, പ്രത്യേകിച്ച് പാവങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് പറയുമ്പോൾ അമ്മായി അതങ്ങ് വളച്ചൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നത്, അപ്പോൾ എന്താ എൻ്റെ മഹേഷ് ദുഷ്ടനാണെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കാനുണ്ട്. അമ്മായിയുടെ ഓരോ
വൃത്തികെട്ട ചോദ്യത്തിൻ്റെ മുന്നിൽ മഞ്ജുവിന് ഒന്നും പറയാനാവാതെ നിൽക്കുകയാണ്. ഈ സമയത്ത് ശാലിനി ഹോട്ടലിലേക്ക് പോവാൻ വേണ്ടി പോവേണ്ട. അപ്പോൾ ചാച്ചു വന്നിട്ട് പറയണേ, മോളെ നീ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനാണ് ഇനി മുതൽ ഹോട്ടൽ നടത്താൻ പോകുന്നത്. അപ്പോൾ ഇനി ഞാൻ തന്നെ നല്ലതുപോലെ ആ ഹോട്ടൽ കൊണ്ട് നടത്തും. എന്നിട്ട് അച്ഛൻ തന്നെ പറയണം, മോള് ഹോട്ടൽ കൊണ്ട് നടന്നതിൻ്റെ ആ ഒരു ഗുണങ്ങളെല്ലാം തന്നെ ഹോട്ടലിലൊക്കെ നല്ല നിലയിൽ എത്തിക്കുക തന്നെ ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ചാച്ചു പറയണം, അതൊക്കെ മോള് പറഞ്ഞത് ശരി തന്നെയാണ്. മോള് എന്തിനെങ്കിലും പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ വിജയം കാണുമെന്നും ഈ ചാച്ചുവിനറിയാം. പക്ഷേ നീ അതിൻ്റെ മുന്നേ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ആ മഞ്ജുവിനോടുള്ള പ്രതികാരം തീർക്കാൻ പറ്റിയ ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ മഹേഷ് വിദേശത്തേക്ക് കടന്നു കളഞ്ഞിട്ടുണ്ട്. മഹേഷ് നിന്റെ അച്ഛനോട് പറഞ്ഞ ഒരേ ഒരു കണ്ടീഷൻ, ഞാൻ വിദേശത്തേക്ക് പോകുന്നത് വരെ ആ വീടിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അവരാരും അറിയരുത് എന്നുള്ളതാണ്. അതിൻ്റെ ആധാരവും ഡോക്യുമെൻറ്റും എല്ലാം തന്നെ നിന്റെ അച്ഛന് മഹേഷ് കൈമാറിയ ശേഷമാണ് വിദേശത്തേക്ക് പോയത് തന്നെ. അതിനുള്ള പൈസയും മഹേഷ് വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു കാര്യം വെച്ചിട്ട് തന്നെ നമുക്ക് ആ വീട്ടിൽ നിന്നും അവിടെയുള്ളവരെ അടിച്ചിറക്കാൻ കഴിയും എന്ന് പറയണം. അപ്പോൾ ശാലിനി ചോദിക്കുകയാണ്, പിന്നെ എന്തുകൊണ്ടാണ് ഇതുവരെ എന്നോട് പറയാതെ? ഇപ്പോൾ ഒരു നല്ല ചാൻസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മഞ്ജുവിന് തിരിച്ചടിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കച്ചിത്തുരുമ്പാണ് ഇത്. മഞ്ജു ഗിരിയെ സ്വന്തമാക്കിയത് എനിക്ക് അത്രത്തോളം അധികം വേദനയുണ്ട്. അതിലൊരു അംശം പോലും മഞ്ജുവിന് ഞാൻ ആ വീട്ടിലുള്ളവരെ അടിച്ചിറക്കിയാൽ പോലും ആ വിഷമം വരില്ല. അതുകൊണ്ട് ഇതൊരു നല്ല ചാൻസ് തന്നെയാണ്. ചാച്ചു എൻ്റെ കൂടെ വായോ എന്നും പറഞ്ഞ് മഞ്ജുവിൻ്റെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും കൂടി ചെല്ലുകയാണ് കേട്ടോ. അടുത്ത എപ്പിസോഡിൽ അവിടെ ചെന്ന ശേഷം ശാലിനിയും ചാച്ചുവും കൂടി മോശമായിട്ട് തന്നെയാണ് അവരോട് പറയുന്നത്. ഈ വീട്ടിൽ നിന്നും ഇറങ്ങിത്തരണമെന്നും ഇതിപ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ട വീടാണെന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അവർ. അപ്പോൾ മഞ്ജു കളിച്ചു വളർന്ന വീട് നഷ്ടപ്പെടുമ്പോൾ മഞ്ജുവിനുണ്ടാകുന്ന വേദന കുറച്ചെങ്കിലും എനിക്കൊന്ന് ആസ്വദിക്കണം എന്നാണ് ശാലിനിയുടെ മനസ്സിലുണ്ടാകുന്നത്. ഈ വീട് ഞങ്ങൾക്കാണ് ഇപ്പോൾ എഴുതി തന്നിട്ടുള്ളത് മഹേഷ്, അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്നും നിങ്ങൾ പടിയിറങ്ങണമെന്ന് പറയാണ്. അപ്പോൾ അതിനു വേണ്ടി മഹേഷ് ഞങ്ങളുടെ കയ്യിൽ നിന്നും പൈസയും വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യം പറയണം. അപ്പോൾ മഹേഷ് ഇപ്പോൾ വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്ന് കൂടി ചാച്ചു പറയുമ്പോൾ അമ്മായിയും മോളും ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ അവരെ കൂടി പറ്റിച്ചിട്ട് എൻ്റെ സ്വർണവും കൊണ്ടുപോയിട്ടാണല്ലോ അവൻ മഹേഷ് ഞങ്ങളെ ചതിച്ചല്ലോ എന്നുള്ള ആ ഒരു ചിന്ത അമ്മായിക്കും മോൾക്കും വരികയാണ്. അവനെ കണ്ണടച്ച് വിശ്വസിച്ചത് അബദ്ധമായല്ലോ എന്ന് പിന്നീടാണ് കേട്ടോ അമ്മായിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. മഹേഷ് അവരെ കൂടി ചതിച്ചിട്ടാണ് മഹേഷ് വിദേശത്തേക്ക് കടന്നു കളഞ്ഞത്. അങ്ങനെ ശാലിനിയോടും ചാച്ചുവിനോടും മഞ്ജു പറയുന്നുണ്ട്, മഹേഷ് വാങ്ങിയ പൈസ എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ തിരിച്ചടച്ചോളാം. പക്ഷേ നിങ്ങൾ ഈ വീട് ഞങ്ങളിൽ നിന്ന് തട്ടിയെടുക്കരുത്. എൻ്റെ അമ്മയും അച്ഛനും ഉറങ്ങുന്ന വീടാണത്. ഞങ്ങളുടെ ഓർമ്മയുള്ള വീടാണത്. എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഓർമ്മയ്ക്കായിട്ട് ആകെയുള്ള ഒരു വീടാണത് എന്നൊക്കെ ഇങ്ങനെ മഞ്ജു വിഷമത്തോടു കൂടി പറയുന്നുണ്ട്. പക്ഷേ ശാലിനി അപ്പോഴും പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഇത് വിട്ടു തരില്ല. നിനക്ക് സ്വന്തമായത് എല്ലാം തന്നെ ഞാൻ തട്ടിയെടുക്കും. നീ എന്നിൽ നിന്നും നീ എന്നോട് ചെയ്ത ചതിക്ക് ഞാൻ നിനക്ക് തരുന്ന ശിക്ഷയാണ് ഇത്. ഞാൻ അനുഭവിച്ച വേദന എന്താണെന്നുള്ളത് നീ കൂടി മനസ്സിലാക്കണം എന്നൊക്കെ ഇങ്ങനെ ഒരു വാശിയോട് കൂടി പറയാൻ കേട്ടോ. അപ്പോൾ ശാലിനിയും ചാച്ചുവും വരുന്ന സമയത്ത് ഗുണ്ടകളെയും കൂട്ടിയിട്ടാണ് വരുന്നത്. അങ്ങനെ മഞ്ജുവിനെ അതിലെ ഒരു ഗുണ്ട അങ്ങ് തള്ളി മാറ്റാം കേട്ടോ. അപ്പോൾ തള്ളിയതോട് കൂടി മഞ്ജു വീഴാൻ പോവുകയാണ്. അങ്ങനെ വീഴുന്ന സമയത്ത് നേരെ ചെന്ന് വീഴുന്നത് ഗിരിയുടെ കൈകളിലേക്കാണ് കേട്ടോ. ഗിരിയാണ് മഞ്ജുവിനെ പിടിക്കുന്നത്. അങ്ങനെ മഞ്ജുവിനെ തള്ളിയതോട് കൂടിയിട്ട് ഗിരിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. ആ ഗുണ്ടയുടെ നേരെ അങ്ങ് ദേഷ്യത്തോടു കൂടി ഗിരി ചെല്ലുന്നുണ്ട് കേട്ടോ. എൻ്റെ ഭാര്യ മഞ്ജുവിനെ ആരെങ്കിലും തൊട്ടാൽ അവരെ ഞാൻ വെറുതെ വിടില്ല എന്നുള്ളത് ഗിരി ആദ്യമേ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഗിരിയുടെ കയ്യിൽ നിന്നും ആ ഗുണ്ടയ്ക്ക് നല്ല അടിയൊക്കെ കിട്ടുന്നുണ്ട്. ഗിരി ഇടപെട്ടതോടുകൂടി ശാലിനിക്കും ചാച്ചുവിനും പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ മഞ്ജുവിനും മഹിമയ്ക്കും ആ വീട് നഷ്ടപ്പെടാതെ ഗിരി രക്ഷിക്കാനായിട്ട് ഗിരി വന്നതോടുകൂടി ചാച്ചുവും ശാലിനിയും നാണം കെട്ട് തിരികെ പോവുകയാണ്.